കുടിവെള്ള പൈപ്പ് പൊട്ടിയതോടെ കഴക്കൂട്ടത്ത് KSEB ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണ വൻ ഗതാഗത കുരുക്ക്. രാവിലെ 8:30 സംഭവമുണ്ടായത്. ദേശീയപാത നിർമ്മാണത്തിനായി മാറ്റിസ്ഥാപിച്ച ട്രാൻസ്ഫോമറാണ് റോഡിലേക്ക് മറിഞ്ഞു വീണത്. യാതൊരു ഉറപ്പുമില്ലാതെ പൂഴിമണലിൽ സ്ഥാപിച്ചതാണ് വീഴാൻ കാരണം. ഇതേ തുടർന്ന് സ്തംഭിച്ച ഗതാഗതം 12 മണിയോടെ ഭാഗികമായി പുനഃസ്ഥാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു പരിഹാരം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ? ഇപ്പോൾ ഗതാഗത കുരുക്ക് ഏതാണ്ട് പൂർണ്ണമായും പരിഹരിച്ചു എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഈ മറിഞ്ഞ ട്രാൻസ്പോർട്ട് റോഡിന്റെ ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അവിടെ നീക്കം ചെയ്യാൻ ഒക്കെയുള്ള പ്രവർത്തികളുമായിട്ട് അവിടെ ഉദ്യോഗസ്ഥരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഗതാഗത സമരം ഉണ്ടായത് അതിന് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ബസ്സുകളൊക്കെ വഴിതിരിച്ചു വിട്ടിരുന്നു. ഇപ്പോൾ ബസ്സുകളെല്ലാം ഈ വഴിയിൽ കൂടെ തന്നെയാണ് സർവീസ് നടത്തുന്നത്. ഈ റോഡ് പണി നടക്കുന്നതിനാൽ അല്പം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ആ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ഇത്തരത്തിൽ ട്രാൻസ്ഫോമർ വീണ സമയത്ത് ഈ റോഡ് മുഴുവൻ ബ്ലോക്ക് ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പള്ളിപ്പുറം CRP ക്യാമ്പിലേക്ക് സ്ഥാപിച്ചിരുന്ന പൈപ്പ് പൊട്ടി തുടർന്ന് പൂഴിമണലിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ അത് റോഡിലേക്ക് മറിഞ്ഞു വീണത്. നേരത്തെ ഈ ദേശീയപാത നിർമ്മാണത്തിനായിട്ടായിരുന്നു ഈ ട്രാൻസ്ഫോമർ മാറ്റി വെച്ചിരുന്നത്. പക്ഷേ അത് സ്ഥാപിക്കുന്നത് സുരക്ഷിതമായിട്ടല്ല എന്നുള്ളതായിരുന്നു അന്ന് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ ഒരു ബൈക്ക് യാത്രികരൊക്കെ ഈ ട്രാൻസ്ഫോമർ വീഴുന്ന സമയത്ത് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. എന്തായാലും ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. കാര്യങ്ങൾ ഏതാണ്ട് നോർമലായിരിക്കുന്നു. ട്രാൻസ്ഫോമർ മാറ്റാനുള്ള, അതായത് റോഡ് സൈഡിലേക്ക് മാറ്റിയ ട്രാൻസ്ഫോമർ അത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഉദ്യോഗസ്ഥർ. യെസ്, വ്യക്തമാണ്. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.